this is me Arun here, your coach, your mentor, your trainer in trading. ലാസ്റ്റ് 2-3 ദിവസങ്ങളായിട്ട് നമ്മൾ ബാക്ക് ടു ലൈവ് രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 3:30 വരെ നമ്മൾ ലൈവ് സെഷൻ ഉണ്ട്. ബട്ട് അത് ലാസ്റ്റ് ഫ്യൂ ഡേയ്സ് നമ്മളൊരു ഉച്ചയായപ്പോൾ നിർത്തിയിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല റിസൾട്ട്സ് ഗെയിൻ ചെയ്തു. 1:5, 1:6, 1:3, 4, 3ക്ക് താഴെയായിട്ടുള്ള ലെവൽസ് നമ്മൾ ക്യാച്ച് ചെയ്തിട്ടില്ലായിരുന്നു. ആൻഡ് ഓൾസോ നവംബർ 13 നമ്മൾ മെമ്പേഴ്സിന് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്ന ലെവൽസ് ആയിട്ടുള്ള ഐ തിങ്ക് ലൈക്ക് NTPC ആയിരുന്നു തോന്നുന്നു, റൈറ്റ്? അത് ഓൾമോസ്റ്റ് ലൈക്ക് ഹ്യൂജ് റിസൾട്ട് വന്നു. പ്രീമിയം 4-ൽ നിന്ന് 11+ വരെ പോയിട്ടുണ്ടായിരുന്നു. ഒരു 11+ ആയപ്പോഴത്തേക്ക് നമ്മൾ എക്സിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ലൊരു റാലിയായിരുന്നു, ഹ്യൂജ് റാലിയായിരുന്നു, ഹ്യൂജ് പ്രോഫിറ്റ് ആയിരുന്നു. ആൻഡ് ലാസ്റ്റ് 3 ദിവസം നമ്മളുടെ മെമ്പേഴ്സിന് എല്ലാവർക്കും നല്ല പ്രോഫിറ്റ്. അതായത് ലാസ്റ്റ് മന്ത് കിട്ടാതെ നിന്ന് ഓപ്ഷൻ ബൈങ്ങിന് പറ്റിയ മന്ത് അല്ലായിരുന്നു നവംബർ എക്സാക്ട്ലി. വളരെ വളരെ സൈഡ് വൈസ് ആയിട്ട് മാർക്കറ്റ് ഇങ്ങനെ ഗ്യാപ്പ് അപ്സ് തരുന്നു, സൈഡ് വൈസിൽ പോകുന്നു, ഗ്യാപ്പ് അപ്സ് തരുന്നു, സൈഡ് വൈസിൽ പോകുന്നു. ഈ രീതിയിലായിരുന്നു നമുക്ക് നവംബർ മജോറിറ്റിയും പോയിട്ടുണ്ടായിരുന്നത്, അല്ലെ? സോ ഇൻ ദാറ്റ് കേസ് ഓപ്ഷൻ ബയേഴ്സിന് പറ്റിയൊരു സെർട്ടൻ ലെവൽ അല്ലായിരുന്നു അത്. ബട്ട് എന്നാൽ ലാസ്റ്റ് 3 to 4 days റൈറ്റ് സൂപ്പർബ് ആയിരുന്നു. ഹ്യൂജ് റാലി കാച്ച് ചെയ്തു. നിഫ്റ്റി ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്ത് ഓൾമോസ്റ്റ് 22,250+ റേഞ്ചിലോട്ട് പോയിട്ടുണ്ട്. നമുക്ക് നോക്കട്ടെ ലാസ്റ്റ് ഡേ മാർക്കറ്റ് എങ്ങനെ പോയിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. ലെറ്റ്സ് സീ. യെസ്, ഹിയർ ഇറ്റ് ഈസ്, അല്ലെ? ഇത് ഓൾമോസ്റ്റ് ലൈക്ക് ലാസ്റ്റ് 3 days നമ്മൾ ക്യാച്ച് ചെയ്തിട്ടുണ്ടായിരുന്ന ലെവൽസ് ആയിരുന്നു. അതിന് മുമ്പേ നമുക്ക് പറയാനായിട്ട് ഒരു കാര്യമുണ്ട്. അതായത് നമ്മളുടെ ഓപ്ഷൻ ഡീകോഡിങ്, ഓപ്ഷൻ ബൈയിങ് കുറെ അധികം ആൾക്കാർക്കുള്ള ഒരു കൺസേൺ ആയിരുന്നു. ഓപ്ഷൻ ബൈയിങ് പഠിക്കണമെന്നില്ല, ചെയ്യണമെന്ന് കുറെ അധികം ആൾക്കാർക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. എന്നാൽ കുറെ അധികം നേരം ടൈം സ്പെൻഡ് ചെയ്ത് നിന്ന് പഠിക്കാൻ തക്കതായിട്ടുള്ള രീതിയിൽ എല്ലാവർക്കും പറ്റുന്നില്ലായിരുന്നു എന്നുള്ള സത്യമായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മളൊരു വളരെ മൈന്യൂട്ട് ആയിട്ട് ഒരു 3 to 5 hours എന്ന രീതിയിൽ റെക്കോർഡ് സെഷൻസിന്റെ കോഴ്സ് നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇന്ന് നമ്മൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. January 1 നമ്മുടെ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിന് മുമ്പായിട്ട് തന്നെ അപ്ലോഡ് ചെയ്തേക്കാം, വാട്ട് ഇറ്റ് ഈസ്. ബട്ട് എന്നാൽ ആദ്യം ജോയിൻ ചെയ്യുന്ന 100 പേർക്ക് just 999 rupees കോഴ്സ് അവൈലബിൾ ആകുന്നതായിരിക്കും. അല്ലെങ്കിൽ 1999 rupees ആയിരിക്കും കോഴ്സിന് വരുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് അതിന്റെ ഒരു 10x വർത്ത് ആയിരിക്കും നിങ്ങൾക്ക് അത് കിട്ടാൻ പോകുന്നത്. എക്സാക്ട്ലി അതിൽ നിന്ന് പിന്നെയും ഫ്യൂച്ചർ സപ്പോർട്ട്സ് കാണുന്ന അതിൽ നിന്ന് നിങ്ങളൊരു സെപ്പറേറ്റ് ഗ്രൂപ്പ്സിലോട്ട് പോകും. നിങ്ങൾക്ക് ഫ്യൂ വീക്സിലത്തേക്ക് നിങ്ങൾക്ക് വീക്കെൻഡിൽ ഒരു Q&A സെഷൻ കാണും. നിങ്ങൾക്ക് അവിടെ നിന്ന് ഡൗട്ട്സ് ചോദിക്കാം, ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് അവിടെ കിട്ടുന്നതായിരിക്കും. സോ ലാസ്റ്റ് വീക്ക് നമ്മൾ പോയിട്ടുണ്ടായിരുന്ന ട്രേഡ്സ് എന്ന് പറയുന്നത് ഈ റേഞ്ചിലായിട്ടായിരുന്നു. ഇത് ജസ്റ്റ് ലൈക്ക് കോഴ്സിന്റെ കാര്യം നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളതാണ്. എയർലി ബേർഡ് ഓഫർ ആയിട്ടാണ് ജസ്റ്റ് ലൈക്ക് 1,000 rupees ഓഫ് വരുന്നത്. just like 220+ Finnifty, right? ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്തെന്ന് പറയുന്നത് 130-ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തതാണ്. 225+, 100 പോയിന്റ്സ് അവിടെ ക്യാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. T3 230ഓളം. ഹ്യൂജ് റാലിയാണ് നമ്മൾ ക്യാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇവിടെ. ആൻഡ് ഓൾസോ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമുക്ക് ഇവിടെ എല്ലാം ക്യാച്ച് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. ലൈവ് പോയി ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അവിടെ അത്യാവശ്യം ഏത് രീതിയിലായിരുന്നു നമ്മൾ ഈ ട്രേഡ്സ് എല്ലാം ക്യാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നുള്ളത്. സോ നമുക്ക് നോക്കാം മാർക്കറ്റ് എങ്ങനെയാണ് ഈ ലാസ്റ്റ് വീക്ക് പോയിട്ടുണ്ടായിരുന്നത് എന്നുള്ളതും ദെൻ നാളെ എങ്ങനെ ആയിരിക്കാം മാർക്കറ്റ് പോകുന്നത് എന്നുള്ളൊരു കാര്യം കൂടെ. റൈറ്റ്, ലെറ്റ്സ് സീ. Nifty. സോ ഇതില് ഐ തിങ്ക് ഇതായിരുന്നു ഏറ്റവും വലിയ വൺ ഓഫ് ദ ബെസ്റ്റ് ക്യാച്ച് നമ്മൾ ക്യാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. ലാസ്റ്റ് വീക്കിൽ നമ്മൾ ക്യാച്ച് ചെയ്തിട്ടുണ്ടായിരുന്ന വൺ ഓഫ് ദ ബെസ്റ്റ് വൺ ഇത് തന്നെ ആയിരുന്നു. ഓൾമോസ്റ്റ് ലൈക്ക് 1:6.9 റിസ്ക് റിവാർഡ്. എന്നത്തെയാണ് 29th നവംബറിലായിരുന്നു. പോയി ചെക്ക് ചെയ്ത് നോക്കുക, ലൈവ് നിങ്ങൾ പോയി ചെക്ക് ചെയ്ത് നോക്കുക. റൈറ്റ്, ലൈവ് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. ഫൈൻ, ഗുഡ്, റൈറ്റ്, യെസ്, ഫൈൻ. സോ നിങ്ങൾ ലൈവ് ചെക്ക് ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് കാണാൻ സാധിക്കും ഏത് രീതിയിലായിരുന്നു നമ്മൾ ഈ ഒരു ട്രേഡ് എടുത്തിട്ടുണ്ടായത്. ഒരുമിച്ചാണ് എടുത്തത്, എല്ലാവരും ഉണ്ടായിരുന്നു ലൈവില്. സോ ഈ ഒരു രീതിയിലാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. ലാസ്റ്റ് ഡേ നമ്മൾ ഇവിടെ ക്യാച്ച് ചെയ്തു. ഇത് നമ്മൾ ക്യാച്ച് ചെയ്തില്ലായിരുന്നു. ഇവിടെ അതിന് പകരം NTPC നമ്മൾ SBI ലൈവ്. ഈ എടുക്കുന്ന ട്രേഡ്സിന്റെ എല്ലാം എക്സൽ നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ട്. ലാസ്റ്റ് എടുത്തതിന്റെ മാത്രം അപ്ഡേറ്റ് ചെയ്തില്ല. ബട്ട് ഡോണ്ട് വെറി, നാളെ നമ്മൾ ലൈവിൽ ഇരുന്ന് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അത് നാളെ മാർക്കറ്റ് എങ്ങനെ ആയിരിക്കാം എന്നുള്ളൊരു റേഞ്ച് ആയിരിക്കും നമ്മൾ ഇനി ചെക്ക് ചെയ്യുന്നത്. നാളെ നമ്മുടെ വ്യൂ എന്ന് പറയുന്നത് ബുള്ളിഷ് വ്യൂ മാത്രമാണ്. നിഫ്റ്റി ബാങ്ക് ഫിനിഫ്റ്റി വാട്ട് എവർ ഇറ്റ് ഈസ്, നമ്മളുടെ വ്യൂ എന്ന് പറയുന്നത് ബുള്ളിഷ് മാത്രമായിരിക്കും. ഇത് എന്ന് പറയുന്നത് 20,284, അതായത് പ്രീവിയസ് ഡേയിലെ ഹൈ എന്ന് പറയുന്നില്ല, എന്നാൽ അതിന് തൊട്ട് മുമ്പുള്ള ഇതിനെ ഒരു മേജർ റെസിസ്റ്റൻസ് എന്ന രീതിയിൽ നമുക്ക് കൺസിഡർ ചെയ്യാം. 20,285 മുകളിൽ മാർക്കറ്റ് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു റാലി കൺസിഡർ ചെയ്യാം. 20,400 വരെ കാണാൻ പ്രോബിലിറ്റി ഉണ്ട്. ബാക്കി എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ ലൈവിലോട്ട് വരിക, നമുക്ക് നോക്കാം. മാർക്കറ്റ് നാളെ പല രീതിയിൽ പോകാം. ലെറ്റ്സ് സേ
മാർക്കറ്റ് ഇവിടുന്ന് നേരെ ഒരു ഗ്യാപ് ഡൗൺ ഫോം ആക്കിയിട്ട് ഇവിടെ സസ്റ്റെയിൻ ചെയ്തിട്ട് ഇവിടുന്ന് വരാം, ഇല്ല ഗ്യാപ് ഡൗൺ ഫോം ആക്കിയിട്ട് ഇവിടുന്ന് നേരെ തിരിച്ച് സംവെയർ ഇത് ഇങ്ങനെ പോകാം, നോ പ്രോബ്സ്, റൈറ്റ്. ഇല്ലെങ്കിൽ ഇത് ഫ്ലാറ്റ് ഓപ്പണിംഗ് ആയിട്ട് മാർക്കറ്റ് ഇങ്ങനെ കൺസോൾട്ടേറ്റ് ചെയ്യാം, ഇല്ല ചെറിയൊരു ഗ്യാപ്പ് അപ്പ് തന്നിട്ടില്ല, ഫ്ലാറ്റ് ഓപ്പണിംഗ് ആയിട്ട് തന്നെ ബ്രേക്ക് ഔട്ട് തരാം. ഈ ബ്രേക്ക് ഔട്ട് തരുന്ന സമയത്ത് മാത്രമേ നമ്മൾ ട്രേഡ് എടുക്കത്തുള്ളൂ. ഗ്യാപ്പ് അപ്പ് വന്നു, ഇതിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്ന ബുള്ളിഷ് ക്യാൻഡിൽ ആണെങ്കിൽ അത് വിത്ത് പ്രോപ്പർ ഇൻഡിക്കേഷൻസ് കൺഫർമേഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ എടുക്കും. ഈ രണ്ട് സിറ്റുവേഷൻ എടുക്കത്തുള്ളൂ. ഫ്ലാറ്റ് ഓപ്പണിംഗ് വന്നിട്ട് ബ്രേക്ക് ഔട്ട് തരുന്നു, ഗ്യാപ്പ് അപ്പ് വന്നിട്ട് വിത്ത് പ്രോപ്പർ കൺഫർമേഷൻ ആണെങ്കിൽ മാത്രം എടുക്കും. ഇത് ഗ്യാപ് ഡൗൺ ആണെങ്കിൽ എടുക്കാം കേട്ടോ. ഗ്യാപ് ഡൗൺ വന്നിട്ട് എപ്പോൾ ബ്രേക്ക് ഔട്ട് ഇടുന്നു, ഈ 3 രീതിയിൽ എടുക്കാം. ഇതിനാണ് നമ്മൾ വാട്ട് ഈഫ് അനാലിസിസ് എന്ന് പറയുന്നത്. അതായത് ബേസിക്കലി നമ്മൾ ട്രേഡ് എടുക്കുന്നു, ഒരു ട്രേഡ് എടുക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്തിരിക്കുകയാണ്. മാർക്കറ്റ് നാളെ ഏതൊക്കെ രീതി വരാം, ഗ്യാപ്പ് അപ്പ് ആകാം, ഗ്യാപ് ഡൗൺ ആകാം, ഫ്ലാറ്റ് ഓപ്പണിംഗ് ആകാം, വാട്ട് എവർ ഇറ്റ് ഈസ്, എല്ലാത്തിനും പ്രിപ്പയർ ആയിട്ടിരിക്കുന്നു. അപ്പൊ നമുക്ക് നാളെ മാർക്കറ്റ് പെടുന്ന ഏതെങ്കിലും രീതി വന്നു കഴിഞ്ഞാൽ നമുക്ക് തന്നെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. ചിലപ്പോൾ നമ്മൾ ഫ്ലാറ്റ് ഓപ്പണിംഗ് മാത്രം പ്രതീക്ഷിച്ചിരിക്കുകയാണ്, പെട്ടെന്ന് ഗ്യാപ് ഡൗൺ നമ്മുടെ മൈൻഡ് സെറ്റ് അക്സെപ്റ്റ് ചെയ്യത്തില്ല. അതാണ് നമുക്കൊരു പ്രശ്നമുള്ളത്. സോ വാട്ട് ഇഫ് അനാലിസിസ് മാക്സിമം എല്ലാവരും ഇനിഷ്യേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ആൻഡ് ഹിയർ കംസ് വിത്ത് നിഫ്റ്റി ബാങ്ക് സെയിം സർട്ടൻ ലെവൽസ് തന്നെയാണ് നമ്മളിവിടെ കീപ്പ് ചെയ്യാൻ പോകുന്നത്. അതായത് ഓൾമോസ്റ്റ് ലൈക്ക് 44,957 മുകളിൽ മാർക്കറ്റ് ഓപ്പൺ ആയി നിൽക്കുകയാണെങ്കിൽ നമുക്ക് അടുത്തടുത്തായിട്ട് ഒരു 3 ടാർഗറ്റ്സ് ഉണ്ട്. 45,200, 45,278, 45,365. See, well, let's say 45,278 എന്ന് പറയുന്ന ഒരു മൈനർ ടാർഗറ്റ് ആയിരിക്കും. അതും ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 45,733 ആയിരിക്കും. നിങ്ങൾക്ക് ഈ ചാർട്സും കാര്യമെല്ലാം നിർത്തി ബെയറിഷ് സൈഡിലോട്ട് നമ്മൾ നോക്കുന്നില്ല. ഓക്കെ, ബെയറിഷ് സൈഡിലോട്ട് നമ്മൾ നോക്കത്തില്ല. നമ്മുടെ വ്യൂ ബുള്ളിഷ് ആണ്, അതിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കുക. നാളെ മാർക്കറ്റ് ചെറിയ രീതിയിൽ ഫോളോ ആയി ഇവിടം വരെ വരാം, വാട്ട് എവർ ഇറ്റ്. ആ ഒരു സം മണി എന്ന കോൺസെപ്റ്റിലോട്ട് നമ്മൾ ഷിഫ്റ്റ് ചെയ്ത് നിൽക്കുമ്പോൾ ജമ്പ് ചെയ്യുമ്പോഴത്തേക്കാണ് പലർക്കും പല രീതിയിൽ ലോസസ് ജനറേറ്റ് ആയി പോകുന്നത്. ആൻഡ് ഹിയർ കംസ് വിത്ത് Finnifty, റൈറ്റ്. സോ 20,255 above മാർക്കറ്റ് ഓപ്പൺ ആവുകയാണെങ്കിൽ ഇല്ല ബ്രേക്ക് ചെയ്യുന്ന ടൈം എപ്പോഴാണോ അവിടുന്ന് നമുക്കൊരു ബുള്ളി സൈഡിലോട്ട് എൻട്രി നമുക്ക് ചെക്ക് ചെയ്യാം, ഇല്ല ഇനിഷ്യേറ്റ് ചെയ്യാവുന്നതാണ്. Then from ടാർഗറ്റ് എന്ന് പറയുന്നത് 20,374 ആയിരിക്കും നമ്മളുടെ ടാർഗറ്റ് എന്ന് നമ്മൾ പറയുന്നത്. ഗുഡ്. സോ ഈ രീതിയിൽ നമുക്ക് നാളെ എക്സ്പെക്ട് ചെയ്ത് നിൽക്കാവുന്നതാണ് മാർക്കറ്റിനെ. നോക്കാം, മാർക്കറ്റ് പല രീതിയിൽ മൂവ് ആവാം, മാർക്കറ്റ് പല രീതിയിൽ വരാം. വാട്ട് എവർ ഇറ്റ് ഈസ് നമ്മൾ പ്രിപ്പയർ ആണ് എങ്ങനെ വന്നു കഴിഞ്ഞാലും. സോ നിങ്ങൾക്ക് ജോയിൻ ചെയ്യേണ്ട ലിങ്ക്സും കാര്യങ്ങളും എല്ലാം ഡിസ്ക്രിപ്ഷനിലുണ്ട്. എല്ലാ ദിവസവും രാവിലെ 9 മണി മുതൽ 3 വരെ ഉണ്ട്. വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് ഉണ്ട് താഴെ. അതെന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ്. ഇവിടെ നമ്മുടെ അപ്ഡേറ്റ്സും കാര്യങ്ങളും എല്ലാം കൂടെ ഷെയർ ചെയ്യുന്നുണ്ടായിരിക്കും. നിങ്ങൾക്ക് അവിടുന്ന് നേരെ ജോയിൻ ചെയ്യാവുന്നതുമാണ്. സോ നമുക്കപ്പം നാളെ കാണാവുന്നതാണ് മാർക്കറ്റിൽ രാവിലെ 9 മണിക്ക്. See you.